എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂമല ഡാമിനടുത്തുള്ള മിനി ഊട്ടി കാറ്റിൽ എന്ന ഒരു റിസോർട്ടിലേക്കാണ്. മിനി ഊട്ടി എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിനകത്ത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് ഈ ചാനലിൽ പോയിട്ട് ആ വീഡിയോ കാണുക. നമുക്ക് ഊട്ടിയിൽ പോയാൽ ഉണ്ടാവുന്ന ഒരു ഫീൽ തോന്നുന്ന ഒരു സ്ഥലമാണ് പൂമലയ്ക്കടുത്തുള്ള മിനി ഊട്ടി എന്ന ഈ സ്ഥലം. നമുക്ക് ഇന്ന് ഈ മിനി ഊട്ടിയുടെ അടുത്തുള്ള മിനി ഊട്ടി കാസ്റ്റലിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. നമ്മളിപ്പോ മിനി ഊട്ടി കാസ്റ്റലിന്റെ എൻട്രൻസിലെത്തി. നമ്മൾ ആ മിനി ഊട്ടി കാസ്റ്റൽ റിസോർട്ടിന് അകത്തേക്ക് കടക്കുകയാണ്. 3 നിലയില് പണിതിരിക്കുന്ന വളരെ അതിമനോഹരമായ ഒരു ബിൽഡിംഗ് ആണിത്. നമുക്ക് ഈ മിനി ഊട്ടി കാസ്റ്റലിന്റെ അകത്തെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെറുതായിട്ട് മഴ പെയ്യുന്ന സുന്ദരമായ ഒരു ദിവസമാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. മിസ്റ്റർ ജോസ് ആണ് ഈ മിനി ഊട്ടി കാസ്റ്റലിന്റെ ഓണർ. അദ്ദേഹം ഞങ്ങൾക്ക് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം വിവരിച്ചു തന്നു. ഇതിനകത്ത് 2 ബെഡ്റൂമിന്റെ 4 ഫ്ലാറ്റ് ഉണ്ട്. പുറമെ കാണുന്ന എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ആദ്യം ഈ ബിൽഡിങ്ങിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. കയറുന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ പുരാതനമായിട്ടുള്ള വസ്തുക്കളെല്ലാം വളരെ മനോഹരമായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ റയർ കളക്ഷൻസിൽ പെട്ടുന്ന ഓരോ സാധനങ്ങളാണ് ഇങ്ങനെ ഫ്ലാറ്റിൽ വെച്ചിരിക്കുന്നത്. ഫ്ലാറ്റിന്റെ റൂഫ് ടോപ്പിനകത്ത് ഒരു പാർട്ടി നടത്താനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പുറമേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ ചാവക്കാട് ബീച്ച് മുതൽ കുതിരാൻ വരെ, അതായത് തൃശ്ശൂർ ജില്ല വീതിയിൽ ഒറ്റ ഫ്രെയിമിൽ കാണാവുന്ന ഒരു സ്പോട്ടാണിത്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഫുൾ ഒരു ഫ്രെയിമിൽ കാണുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ ഏതാണ്ട് ഒരു ഊട്ടിയിൽ നിന്ന് കാണുന്ന ഒരേ ഫീല് തന്നെയാണ്. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലെല്ലാം നല്ല തണുപ്പും ആണ്. ഹൈറ്റിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല കാറ്റുള്ള ഒരു ഏരിയ ആണിത്. റൂഫ് ടോപ്പിനകത്തുള്ള ഹോളിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. പുരാതനമായി നമ്മൾ നെല്ലൊക്കെ പുഴുങ്ങുന്നതിനുള്ള ഒരു ചെമ്പ് വെച്ചിട്ട് അതിനടിയിൽ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ്. തീ കത്തുന്ന ഒരു ഫീൽ നമുക്ക് തോന്നും. റിസോർട്ടിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ മുകളിലുള്ള ഈ റൂഫ് ടോപ്പ് ഹോളിനകത്ത് ഫിറ്റ്നസ് എക്യുപ്മെന്റ് എല്ലാം ഒരു സ്ഥലത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിസ്റ്റർ ജോസ് ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കളക്ഷൻസിനുള്ള ടിബറ്റൻ മ്യൂസിക്കൽ ബൗളുണ്ട്. അത് അദ്ദേഹം പ്ലേ ചെയ്ത്
അങ്ങനെ ഞങ്ങള് ഫ്ലാറ്റിൽ നിന്ന് താഴെ ഇറങ്ങി ഇതിന്റെ പുറമെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ചെറിയൊരു പാർട്ടി നടത്താനും ഒരു കോൺഫറൻസ് നടത്താനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഏറുമാടം പോലെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കെട്ടിവെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി അവിടെ നിന്ന് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമായി കാണാൻ കഴിയും. 360 ഡിഗ്രിയിലും കാണാൻ കഴിയും വിധമാണത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ റെയിൻ ഡാൻസിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനടുത്ത് തന്നെയായിട്ട് ആർട്ടിഫിഷ്യലായിട്ടൊരു മിസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഫൗണ്ടനും ഒരു ഫാൻ എല്ലാം വെച്ച് ഈവനിങ്ങില് മിസ്റ്റ് ഇല്ലാത്ത സമയത്ത് ഓട്ടോമാറ്റിക് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ട്. കുട്ടികൾക്കെല്ലാം ഈ മഴയത്ത് നിന്ന് ഡാൻസ് ചെയ്യാനും കളിക്കാനും പാട്ട് വയ്ക്കാനുള്ള സൗകര്യങ്ങളും പാട്ട് വെച്ച് കളിക്കാനും വളരെ സെറ്റിംഗ്സോടുകൂടി വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഈ റിസോർട്ട്. ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ മിസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഈ മരത്തിനുള്ളിലെല്ലാം ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാം ഉണ്ട്, വളരെ മനോഹരമായിട്ട്. അതുപോലെ തന്നെ ഇവിടെ പാർട്ടി നടത്തുന്നതിനുള്ള ബാർബിക്യൂ സെറ്റിംഗ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗാർഡനകത്ത് തന്നെ സൈക്കിള് വിറ്റ് വെച്ചിരിക്കുന്നത് കാണാം. സൈക്കിളിൽ ചവിട്ടുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ ഈ ഫൗണ്ടൻ വരയ്ക്കുന്ന രീതിയിലാണത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ഒരു എക്സസൈസ് ആവുകയും ചെയ്യും, അതിനോടൊപ്പം ഒരു എൻജോയ്മെന്റും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഈ റിസോർട്ട് ബുക്ക് ചെയ്യണമെങ്കിലുള്ള നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവര് ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
നമുക്കിനി അല്പനേരം വൈകുന്നേരത്തെ കാഴ്ചകൾ കൂടിയോടെ കാണാം. റിസോർട്ടിൽ നിന്നുള്ള ഒരു ഈവനിങ്ങിൽ കാണുന്ന കാഴ്ചകള്. തൃശ്ശൂരിനടുത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ട് പലർക്കും അറിയില്ല. നിങ്ങൾ തൃശ്ശൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റേ നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും. വളരെ മനോഹരമായ കാഴ്ചകളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വേറെ സ്ഥലമായിട്ട് നമുക്ക് വീണ്ടും കാണാം.